കോതമംഗലം മുനിസിപ്പാലിറ്റിയിലും ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകളിലും സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുടെ കാര്യത്തിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും തമ്മിൽ ധാരണയിലെത്തി. മുനിസിപ്പാലിറ്റിയിൽ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി കോൺഗ്രസിനാണ്. ബ്ലോക്ക് പഞ്ചായത്തിൽ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി കേരള കോൺഗ്രസിന് ലഭിക്കും. നെല്ലിക്കുഴിയിൽ ധാരണയായിട്ടില്ല. അർഹമായ പരിഗണന ലഭിച്ചുവെന്ന് കേരള കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പ് ചൊവ്വാഴ്ച കൂടി തുടരും. കോതമംഗലം നിയോജക മണ്ഡലത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുടെ വീതം വയ്പിൽ കോൺഗ്രസും കേരള കോൺഗ്രസും തമ്മിൽ തർക്കമുണ്ടായിരുന്നു. ഇതിലാണ് ഇപ്പോൾ ധാരണയായിരിക്കുന്നത്. കോതമംഗലം മുനിസിപ്പാലിറ്റിയിൽ 2 സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുടെ ചെയർപേഴ്സൺ സ്ഥാനം കേരള കോൺഗ്രസിന് ലഭിക്കും. എന്നാൽ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി എന്ന ആവശ്യം കോൺഗ്രസ് നിരാകരിച്ചു. ബ്ലോക്ക് പഞ്ചായത്തിലെ ഏക അംഗം റാണിക്കുട്ടി ജോർജ് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സണാകും. കീരമ്പാറയിലും വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി കേരള കോൺഗ്രസിനാണ്. കോട്ടപ്പടി, പിണ്ടിമന എന്നീ പഞ്ചായത്തുകളിൽ ഓരോ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളും ലഭിക്കും. എന്നാൽ നെല്ലിക്കുഴിയിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി വേണമെന്ന ആവശ്യം കോൺഗ്രസ് അംഗീകരിച്ചിട്ടില്ല. ഇതിൽ ഒരു വട്ടം കൂടി ചർച്ചയുണ്ടാകും. എന്നാൽ കോൺഗ്രസ് വഴങ്ങില്ലെന്നാണ് സൂചന. സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിലെ അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പ് തിങ്കളാഴ്ചയാണ് ആരംഭിച്ചത്. ചൊവ്വാഴ്ച കൂടി തുടരും. ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പ് അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പ് നടപടികൾ പൂർത്തിയായ ശേഷം നടത്തും. GTV ന്യൂസ്, കോതമംഗലം.